ആഡംബര വാഹനക്കടത്ത്, നികുതി വെട്ടിപ്പിൽ പ്രമുഖ നടന്മാരും. പണമുള്ളവർക്ക് നിയമം ബാധകമല്ലെന്നുണ്ടോ, അതോ നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയോ? എക്സ്പ്രസ് വാർത്തയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് KR. അമിത സമ്പത്ത് കൈവന്നാൽ ആഡംബര വാഹനങ്ങളിലാണ് സഞ്ചരിക്കേണ്ടതെന്നത് നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന പ്രമാണിത്വത്തിന്റെ ഭാഗമാണ്. കുമിഞ്ഞുകൂടുന്ന പണം എങ്ങനെ ചിലവാക്കണമെന്ന് ചിന്തിച്ചാണ് ഓരോ ദിവസവും വ്യത്യസ്ത പദ്ധതികളിൽ ചെന്ന് ചാടുക. പണം കൂടുന്നുണ്ടെങ്കിൽ ആഡംബര വാഹനവും വാങ്ങാം, അത്യാധുനിക സൗകര്യങ്ങളുള്ള മണിമാളികയും നിർമ്മിക്കാം. അതൊക്കെ വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിൽപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിന് നമ്മുടെ നിയമവ്യവസ്ഥ അനുവദിച്ച് തരുന്നുമുണ്ട്. എന്തിനത് ചെയ്തു എന്ന് ചോദ്യം ചെയ്യാനൊന്നും ആർക്കുമാവില്ല. എന്നാൽ ആഡംബര ജീവിതവും സ്വാതന്ത്ര്യവും ലഭിക്കുന്ന നമ്മുടെ നിയമവ്യവസ്ഥയിൽ ജീവിക്കുമ്പോൾ തന്നെ നിയമത്തെ മറികടന്ന് വലിയവനായി എന്ന ചിന്ത നല്ലതല്ല. വാഹനം വാങ്ങുമ്പോൾ നികുതി അടയ്ക്കേണ്ടത് നിർബന്ധം. നികുതിയിൽ തട്ടിപ്പ് കാണിച്ച് ആഡംബര വാഹനം വാങ്ങുമ്പോൾ നിയമത്തെ വെല്ലുവിളിക്കുന്നത് തന്നെയാണ്. എല്ലായ്പ്പോഴും നിയമത്തെ നോക്കുകുത്തിയാക്കി രക്ഷപ്പെടാൻ ആർക്കും സാധിക്കില്ലെന്നതിന്റെ തെളിവാണ് താരങ്ങൾക്ക് തലവേദനയായി ഭൂട്ടാൻ വാഹന ഇറക്കുമതി. നികുതി വെട്ടിച്ച് ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്ത് നടത്തിയെന്ന പരാതിയിൽ ജനപ്രിയ താരങ്ങളായ പൃഥ്വിരാജ് സുകുമാരന്റെയും ദുൽഖർ സൽമാന്റെയും വീടുകളിൽ കസ്റ്റംസ് മിന്നൽ പരിശോധന നടത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിലാണ്. കേരളത്തിൽ 30-ലധികം സ്ഥലങ്ങളിലായാണ് പരിശോധന നടന്നത്. ഓപ്പറേഷൻ നുംകൂറിന്റെ ഭാഗമായാണ് പരിശോധന. എന്താണ് ഓപ്പറേഷൻ നുംകൂർ? ഭൂട്ടാനിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് വാഹനങ്ങൾ വാങ്ങുകയും വ്യാജ മേൽവിലാസത്തിൽ രജിസ്ട്രേഷൻ നടത്തിയും ഇന്ത്യയിലേക്ക് കടത്തുന്ന സംഘങ്ങളെ കുറിച്ചുള്ള കേന്ദ്ര സർക്കാരിന്റെ മിന്നൽ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ നുംകൂർ. ദീർഘനാളത്തെ അന്വേഷണത്തിനൊടുവിലാണ് സംഘത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത്തരത്തിൽ വാഹനങ്ങൾ വാങ്ങി ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്യും. വളരെ വിപുലമായ ശൃംഖലകളുള്ള വാഹനക്കടത്ത് സംഘം ഉയർന്ന വിലയ്ക്ക് ആവശ്യക്കാരന് ആഡംബര വാഹനം എത്തിച്ചു നൽകും. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ നിരവധി വാഹനങ്ങൾ വിൽപ്പന നടത്തിയതായി കസ്റ്റംസിന് വിവരം ലഭിച്ചിരുന്നു. ആഡംബര വാഹനങ്ങളായ ടൊയോട്ട ലാൻഡ് ക്രൂസർ, ലാൻഡ് റോവർ, ടാറ്റയുടെ SUV കാറുകൾ എന്നിവ ഭൂട്ടാൻ പട്ടാളം ലേലത്തിൽ വിൽക്കും. 5 ലക്ഷത്തിന് താഴെയും അതിനുള്ളിലുമായി നികുതി വെട്ടിപ്പ് സംഘം ഭൂട്ടാനിൽ നിന്ന് ലേലം വിളിച്ചു വാങ്ങും. ലേലം വിളിച്ചു വാങ്ങുന്ന വാഹനങ്ങൾ നേരിട്ട് വാങ്ങിയാൽ വൻ തുക ഇറക്കുമതി നികുതിയായി നൽകേണ്ടി വരും. എന്നാൽ ഈ മാഫിയ സംഘങ്ങൾ വാഹനം HP 52 രജിസ്ട്രേഷനിൽ ഹിമാചൽ പ്രദേശിൽ വ്യാജ മേൽവിലാസത്തിൽ വാഹനം രജിസ്റ്റർ ചെയ്യും. അതിനുശേഷമാണ് വിൽപ്പന നടത്തുക. 50-60 ലക്ഷങ്ങൾ വില വരുന്ന വാഹനം ലേലത്തിൽ വാങ്ങി രജിസ്റ്റർ ചെയ്യുമ്പോൾ ചിലവാകുന്നത് വെറും 10 ലക്ഷത്തിന് താഴെ മാത്രം. കസ്റ്റംസിന്റെ ഓപ്പറേഷൻ നുംകൂറിൽ ഈ മാഫിയയിലെ ഇടനിലക്കാരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. പ്രധാനമായും സിനിമാ താരങ്ങളാണ് വാഹനം വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. കൂടാതെ വ്യവസായികളും സർക്കാർ ഉദ്യോഗസ്ഥരും കസ്റ്റംസിന്റെ പട്ടികയിൽപ്പെടുന്നു. ഇത്തരത്തിൽ വൻ നികുതി വെട്ടിച്ച് വാഹനം വാങ്ങിയവരെ കണ്ടെത്തി നിയമത്തിന് മുമ്പിൽ എത്തിക്കുമെന്ന നിലപാടിലാണ് കസ്റ്റംസ്. ഭൂട്ടാനിൽ നിന്നും കടത്തിക്കൊണ്ടുവരുന്ന വാഹനങ്ങൾ വാങ്ങുന്നവർ നികുതി വെട്ടിച്ച് പണം ലാഭിക്കാമെന്ന നേട്ടത്തിനായാണ് ചെയ്യുന്നത്. എന്നാൽ പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഇതിനു പിന്നിൽ ഭീകരവാദ പ്രവർത്തനവും കള്ളപ്പണം വെളുപ്പിക്കലും ഉണ്ടെന്ന് അറിയാൻ സാധിക്കുന്നു. NIA-യും ED-യും ശക്തമായ അന്വേഷണം നടത്താനായി ഇറങ്ങിയിരിക്കുകയാണ്. രാജ്യ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന കാര്യങ്ങൾ നടന്നതായാണ് കസ്റ്റംസ് പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. 1000-ലധികം വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കടത്തിയതിൽ ഭൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ച വാഹനങ്ങൾ വരെയുണ്ട്. കസ്റ്റംസിന്റെ ഓപ്പറേഷൻ നുംകൂർ പ്രകാരം കേരളത്തിൽ 200-ലധികം വാഹനം ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ. സന്തോഷ് കുമാർ, മനോജ് കുമാർ, ഹരികുമാർ എന്നീ കടത്തിന്റെ സൂത്രധാരന്മാരായ ഡൽഹി, ഹിമാചൽ പ്രദേശ് സ്വദേശികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്.
വ്യാജരേഖയുണ്ടാക്കി കടത്തിക്കൊണ്ടുവന്ന വാഹനങ്ങൾ സിനിമാ താരങ്ങൾ അടക്കമുള്ളവർ വാങ്ങിയിരുന്നു. കസ്റ്റംസിന്റെ വ്യാപക പരിശോധനയിൽ നിരവധി വാഹനങ്ങൾ പിടിച്ചെടുക്കുകയുണ്ടായി. മലയാളികളുടെ ആരാധനാ കഥാപാത്രങ്ങളായ പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും അമിത് ചക്കാലക്കലിന്റെയും വസതികളിൽ റെയ്ഡ് നടത്തുകയും വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. 25 ലക്ഷത്തിന് മുകളിൽ തുക മുടക്കി വാങ്ങിയ വാഹനങ്ങളാണ് പിടിച്ചെടുത്തത്. നികുതി വെട്ടിച്ച് വാഹനം കടത്തിക്കൊണ്ടുവരുന്നത് നിയമത്തെ വെല്ലുവിളിക്കുന്നത് തന്നെയാണ്. അതിനുമപ്പുറം വാഹനങ്ങൾ വാങ്ങുന്നവർ സാമ്പത്തിക ലാഭം മാത്രമാണ് ലക്ഷ്യമിട്ടത്. മറുവശത്ത് നടന്നത് ചിന്തിച്ചിട്ടേയില്ല, അല്ലെങ്കിൽ തിരസ്കരിച്ചതാണ്. ഭൂട്ടാൻ വാഹനക്കടത്ത് കള്ളപ്പണം വെളുപ്പിക്കലിനും ഭീകരവാദ പ്രവർത്തനത്തിന് പണം കണ്ടെത്താനാണെന്നും വെളിവായിരിക്കുന്നു. ഇനി തുടരന്വേഷണവും നിയമക്കുരുക്കുകളും അനവധി. NIA-യും ED-യും കസ്റ്റംസും പിടിമുറുക്കുന്നു. കുടുങ്ങുമോ നമ്മുടെ ആരാധനാ കഥാപാത്രങ്ങൾ? അടുത്ത എപ്പിസോഡിൽ കാണും വരെ നന്ദി, നമസ്കാരം.